നാടും നഗരവും ഓണാഘോഷത്തിന്റെ തിരക്കിലും തിമിർപ്പിലുമാണ്. സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന ഓണം വാരാഘോഷത്തിന് ഇന്ന് തലസ്ഥാനത്ത് തിരിതെളിയും. വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ദീപാലങ്കാരങ്ങളുടെ പൊൻപ്രഭയിൽ ഓണത്തെ വരവേൽക്കാൻ നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. 18 നടക്കുന്ന വർണ്ണശബളമായ സാംസ്കാരിക ഘോഷയാത്രയോടെ ഓണാഘോഷത്തിന് തിരശ്ശീല വീഴും. ഈ ഓണാഘോഷം എന്ന് പറയുമ്പോൾ ആഘോഷത്തിന് മാറ്റ് വരണമെങ്കിൽ ഷോപ്പിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ ആൾക്കാരും ഈ ഷോപ്പിങ്ങിൽ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ഈ വസ്ത്രങ്ങൾ വാങ്ങുക എന്നുള്ളതാണ്. കാരണം പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് ഈ ഓണം ആഘോഷിക്കുന്നത്. അതിനുശേഷമാണ് ഈ ഓണ സദ്യ ഒരുക്കുന്നതിനും അതുപോലെയുള്ള മറ്റ് വീട്ടു സാധനങ്ങൾ ശേഖരിക്കുന്നതിനുമായിട്ടുള്ള ഷോപ്പിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാ തരം ഷോപ്പിങ്ങിന് വേണ്ടിയാണ് ആളുകൾ ഈ ഓരോ മണിക്കൂറുകളിലും ഇനി ഓരോ മേഖലകളിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ വലിയൊരു തിരക്ക്. അത് എവിടെ പോയാലും, അതിപ്പോൾ ടെക്സ്റ്റൈൽസിൽ കയറിയാലും ശരി, അതുപോലെ തന്നെ ഏത് മാർക്കറ്റിൽ പോയാലും അത്തരത്തിലുള്ള തിരക്കാണ്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടികളാണ് സർക്കാർ തലസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത്. ഓണം വാരാഘോഷത്തിന്റെ വരവറിയിച്ച് തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരാങ്കണത്തിൽ ഓണപ്പതാക ഉയർന്നു. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓണം വാരാഘോഷത്തിന് തിരിതെളിയിക്കും. ഗാനഗന്ധർവൻ ഡോക്ടർ KJ യേശുദാസ് ചടങ്ങിൽ മുഖ്യ അതിഥിയായിരിക്കും. നിശാഗന്ധി ഓഡിറ്റോറിയം, സെൻട്രൽ സ്റ്റേഡിയം, പൂജപ്പുര മൈതാനം തുടങ്ങി നഗരത്തിനകത്തും പുറത്തുമായി 30-ലധികം വേദികളിലായാണ് കലാപരിപാടികൾ 7 ദിവസങ്ങളിലായി അരങ്ങേറുന്നത്. TV ചാനലുകളും പ്രിന്റ് മീഡിയയും ഒരുക്കുന്ന മെഗാ ഷോയാണ് സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രധാന ആകർഷണം. ഗാനമേള, നൃത്തം, കേരളത്തിന്റെ തനത് നാടൻ കലകൾ, ശാസ്ത്രീയ സംഗീതം, കവിയരങ്ങ്, യോഗ, കളരിപ്പയറ്റ് തുടങ്ങിയവയും കാഴ്ചക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ വിഭവസമൃദ്ധമായിട്ടുള്ള ഐറ്റങ്ങളാണ് ഈ ഓണാഘോഷത്തിന് തലസ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ എത്തുന്നവർക്ക് ഇതിനു പുറമെ വിവിധ കേന്ദ്രങ്ങളിൽ അമ്യൂസ്മെൻറ്റ് പാർക്കുകളുണ്ട്. അതുപോലെ വിവിധ തരം മേളകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഗംഭീരമായിട്ട് ഒരു അടിപൊളി ഓണം തന്നെ ആഘോഷിക്കാം. ക്യാമറാമാൻ അഖിലേഷിനൊപ്പം സുനിൽ അരിമാൻ.